Today's topic is seed propagation. ഹോർട്ടിക്കൾച്ചറിലെ ലാസ്റ്റ് പോർഷനാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വാട്ട് ഈസ് ഹോർട്ടിക്കൾച്ചർ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും പഠിച്ചു. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ കട്ടിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ദെൻ പ്രൊപ്പഗേഷനിൽ തന്നെ വേറൊരു പ്രൊപ്പഗേഷൻ മെത്തേഡായിട്ടുള്ള സീഡ് പ്രൊപ്പഗേഷനാണ് നമുക്കിനി പഠിക്കാനുള്ളത്. I already told you that propagation occurs by two methods. What are the two different methods? Vegetative propagation method and seed propagation method. Vegetative propagation method is also called the asexual method, and vegetative propagation methods le 4 different methods നമ്മൾ discuss ചെയ്തു. Cutting, layering, budding, grafting. അപ്പോൾ ഈ ഒരു കേസിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഗേമീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. ഒരു പാരന്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ഒരു പാരന്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ബഡ്ഡിങ്ങിലും അതുപോലെ ഗ്രാഫ്റ്റിങ്ങിലും നമ്മൾ വേറൊരു പാരന്റ് നിന്ന് കട്ടിങ്ങോ ബഡോ എടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ പോലത്തെ പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല. രണ്ട് സെൽസിന്റെ ഫ്യൂഷൻ നടക്കുന്നില്ല. രണ്ട് സെൽസ് ഫ്യൂസ് ചെയ്ത് ദെൻ അതിന്ന് വീണ്ടും ഒരു പ്രോജിനി ഫോം ചെയ്യുക, അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി വൺ പാരന്റ് എന്ന് പറയുന്നത്. വെറാസ് ഇൻ സെക്ഷുവൽ പ്രൊപ്പഗേഷൻ ഫ്യൂഷൻ ഓഫ് ടു ഗമീറ്റ്സ് ഒക്കേഴ്സ്, സോ ഇറ്റ് ഇൻവോൾവ്സ് ടു പാരന്റ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സീഡ് പ്രൊപ്പഗേഷൻ മെത്തേഡ്. സോ ഇതാണ് രണ്ട് ഡിഫറെൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ്. അതിൽ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടുഡേ വി വിൽ ബി ഡിസ്കസിങ് സെക്ഷുവൽ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഓർ സീഡ് പ്രൊപ്പഗേഷൻ. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീഡ് പ്രൊപ്പഗേഷൻ ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സെക്ഷുവൽ പ്രൊപ്പഗേഷൻ. കാരണം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ടാണ് സീഡ് ഫോർമേഷൻ നടക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ടു പാരൻസ്, രണ്ട് പാരൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ പാരൻറ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡിൽ അങ്ങനെ ഒരു മെയിൽ ഓർ ഫീമെയിൽ പാരൻ്റ് എന്നില്ല. രണ്ട് സെപ്പറേറ്റ് പ്ലാന്റ്സ് എന്ന് ചിലപ്പോൾ നമ്മൾ എടുക്കാം, പക്ഷെ അത് മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. ദെൻ രണ്ട് പാരൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിയോസിസ്, ഗാമറ്റിക് ഫ്യൂഷൻ ആൻഡ് ജനറ്റിക് റീകോമ്പിനേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. മിയോസിസ് എപ്പോഴാണ് നടക്കുക? പ്ലാന്റ് ഡിപ്ലോയിഡ് ആണെങ്കിൽ ഗമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് റിഡക്ഷൻ ഡിവിഷൻ നടക്കും, അല്ലെങ്കിൽ മിയോസിസ് നടക്കും. ദെൻ ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഗമറ്റിക് ഫ്യൂഷൻ്റെ സമയത്ത് ഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും ഡിപ്ലോയിഡ് ആയിട്ട് മാറും. ദെൻ ജനറ്റിക് റീകോമ്പിനേഷനും നടക്കും. സോ സീഡ് പ്രൊപ്പഗേഷൻ ഇൻവോൾവ്സ് ടു പാരന്റ്സ്, meiosis, gametic fusion and genetic recombination. Progeny formed could be genetically different from parent, so it brings about genetic variation. അപ്പോൾ മെയിൽ പാരന്റിന്റെ ക്യാരക്ടേഴ്സും ഫീമെയിൽ പാരന്റിന്റെ ക്യാരക്ടേഴ്സിന്റെയും കൂടെ ഒരു മിക്സ് ആയിരിക്കും ഫോം ചെയ്യുന്ന സീഡ്. അതുകൊണ്ട് തന്നെ സീഡ് പാരന്റിനെ റിസംബിൾ ചെയ്തോളണം എന്നില്ല. ഏതുപോലെ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പോലെ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ പാരന്റിന് എന്ത് ക്വാളിറ്റി ആണോ ഉള്ളത് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് പാരന്റിന്റെ അതേ ക്വാളിറ്റി കിട്ടിക്കൊള്ളണം എന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം ജനറ്റിക് റീകോമ്പിനേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ക്യാരക്ടേഴ്സിൽ ഷഫ്ലിംഗ് വരാം. സോ സീഡ് പ്രൊപ്പഗേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൽ ജനറ്റിക് വേരിയേഷൻ കാണാൻ പറ്റും. Propagation by seed is more convenient because seeds are smaller than vegetative propagules and it is easy to handle and store. നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സീഡ് പ്രൊപ്പഗേഷൻ്റെ പ്രൊപ്പഗ്യൂൾസ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ് ദാൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. കട്ടിംഗ് ഒക്കെ ഒരുപാടുണ്ടാവും. നമ്മളൊരു 10-100 കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചാക്കിലിടാൻ മാത്രം ഉണ്ടാവും. പക്ഷെ 10-100 നെല്ലിൻ്റെ സീഡൊക്കെ നമ്മൾ ചെറിയൊരു കവറിലിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈസി ടു ഹാൻഡിലാണ്. അതേപോലെ സീഡ്സ് എന്ന് പറഞ്ഞത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സ്മോൾ ആയിരിക്കും. സീഡ് പ്രൊപ്പഗേഷന് 14 ആസ്പെക്ട്സ് ആണുള്ളത്, അല്ലെങ്കിൽ 14 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സീഡ് ഫോർമേഷൻ, സെക്കൻഡ് സീഡ് സർട്ടിഫിക്കേഷൻ, തേർഡ് അനാലിസിസ് ഓഫ് ക്വാളിറ്റി, ഫോർത്ത് അസസ്മെന്റ് ഓഫ് വയബിലിറ്റി, fifth lifting or removal of dormancy, sixth requirement for seed germination, seventh seed treatment, eighth infusion, ninth seedling methods, 10th
seed sowing, 11th post sowing care, 12th fertilizer application, 13th hardening of seedling, and the last one transplantation of seedling. ഇതിൽ ആദ്യത്തെ 6 ആസ്പെക്ട്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആൻഡ് ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് ആസ്പെക്ട് ഈസ് സീഡ് ഫോർമേഷൻ. വാട്ട് ഈസ് സീഡ്? സീഡ് എന്താ? പോളിനേഷനും ഫെർട്ടിലൈസേഷനും ശേഷം ഓവറി ഫ്രൂട്ടായിട്ട് മാറും ആൻഡ് ഓവ്യൂൾ ബിക്കം ദി സീഡ്. സോ മെച്യൂർ ഓവ്യൂളിനെയാണ് നമ്മൾ സീഡ് എന്ന് പറയുക. വാട്ട് ഈസ് സീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെച്യൂർ ഓവ്യൂൾ formed after pollination and fertilization. Then seed formation begins after pollination, germination of pollen grains and fertilization. Male parent ന്ന് pollen grains female parent ന്റെ stigmയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ stigmയിൽ നിന്ന് pollen grains germinate ചെയ്ത് then pollen tube ലൂടെ gametes move ചെയ്ത് fertilization നടന്നതിന് ശേഷമാണ് seeds form ചെയ്യുക. So seeds form ചെയ്യുക pollination fertilization ശേഷമാണ്. Second aspect is seed certification. Plant breeders are engaged in plant improvement. Old cultivars are changed by importing new genes that condition improved characteristics, making new cultivars more disease resistant, higher yielding, etc. അതായത് ഒരു plant breederയുടെ ഉദ്ദേശം എന്താ? ബ്രീഡിംഗ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്ത് ഒരു പ്ലാന്റിൽ പുതിയ ജീൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുക. പുതിയൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു പ്ലാന്റ് ഉണ്ട്, അത് ലോ ഈൽഡിങ്, അതിൽ കുറച്ച് നെല്ലേ ഫോം ചെയ്യുന്നുള്ളൂ. ഒരു റൈസ് ആണെങ്കിൽ കുറച്ച് നെല്ലേ അതിൽ ഫോം ചെയ്യുള്ളൂ. സോ ബ്രീഡിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു റൈസ് വെറൈറ്റി ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് ഒരു പ്ലാന്റ് ബ്രീഡറുടെ ഒരു ലക്ഷ്യം. അതായത് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. സോ അത് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ് ബ്രീഡർ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് സീഡ് സർട്ടിഫിക്കേഷനിൽ വരുന്നത്. സ്റ്റേജ് ബൈ സ്റ്റേജ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് കാറ്റഗറൈസേഷൻ ഓഫ് സീഡ്സ് ബിഫോർ ദേ ആർ മെയ്ഡ് അവൈലബിൾ ടു ഗ്രോവേഴ്സ്. അതായത് ഒരു പ്ലാന്റ് ബ്രീഡർ ലോ ഈൽഡിങ് ആയിട്ടുള്ള ഒരു റൈസിനെ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സ് വഴി ഹൈ ഈൽഡിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യണം? ഫാർമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വരെയുള്ള ഒരു സ്റ്റെപ്സ് ആണ് സീഡ് സർട്ടിഫിക്കേഷനിൽ വരുന്നത്. അതുകൊണ്ടാണ് സ്റ്റേജ് ബൈ സ്റ്റേജ് മൾട്ടിപ്ലിക്കേഷൻ. എന്തിനു വേണ്ടി? ഫാർമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ആൻഡ് കാറ്റഗറൈസേഷൻ ഓഫ് സീഡ്സ് ബിഫോർ ദേ ആർ മെയ്ഡ് അവൈലബിൾ ടു ഗ്രോവേഴ്സ്. ബേസ്ഡ് ഓൺ സ്റ്റേജ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ദർ ആർ 4 ക്ലാസ്സസ് ഓഫ് സീഡ്സ്. ഫസ്റ്റ് വൺ ബ്രീഡർ സീഡ്. ബ്രീഡർ സീഡ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് റിലീസ്ഡ് ബൈ ബ്രീഡർ which act as source of foundation seed. Breeder seed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ small quantity of original seed produced by plant breeder ആണ്. അതായത് ബ്രീഡർ ഒരു എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാൽ അയാളെ കയ്യിൽ ഒരുപാട് സീഡ്സ് ഒന്നും കിട്ടൂല. അയാൾ കുറച്ച് പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ്സിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ റിസൾട്ട് കിട്ടിയ ഒരു 10ഓ 20ഓ സീഡ്സേ ചിലപ്പോൾ അയാളുടെ കയ്യിലുണ്ടായിരിക്കുള്ളൂ. സോ ബ്രീഡർ ബ്രീഡിംഗ് നടത്തി കിട്ടിയിട്ടുള്ള ഫസ്റ്റ് സീഡാണ് ബ്രീഡർ സീഡ് എന്ന് പറയാം. So it is produced and released by breeder. Then രണ്ടാമത്തെ ക്ലാസ് ഓഫ് സീഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രീഡർ എന്ത് ചെയ്യുക? ഈ സീഡ് യൂസ് ചെയ്യുക. പ്ലാന്റ് ബ്രീഡിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബ്രീഡറെ കയ്യിലുള്ള കുറച്ച് സീഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഫൗണ്ടേഷൻ സീഡ്. ദെൻ സെക്കൻഡ് കാറ്റഗറി ആണ് അപ്പോൾ ഫൗണ്ടേഷൻ സീഡ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം ബ്രീഡർ സീഡ്. അതായത് ബ്രീഡർ സീഡ് യൂസ് ചെയ്തിട്ടാണ് ഫൗണ്ടേഷൻ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുക. മോണിറ്റേർഡ് ഫോർ ജനറ്റിക് പ്യൂരിറ്റി ആൻഡ് ഐഡന്റിറ്റി. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഫൗണ്ടേഷൻ സീഡിൽ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതായത് ബ്രീഡർ ഹൈ ക്വാളിറ്റി ആണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സീഡ് തന്നെയാണോ ഇതെന്ന് കൺഫേം ചെയ്യുക ഫൗണ്ടേഷൻ സീഡ് ആവുന്ന സമയത്താണ്. കാരണം സീഡിന്റെ നമ്പർ കൂട്ടും. ബ്രീഡർ സീഡ് ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് കുറേ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കും. അതാണ് ഫൗണ്ടേഷൻ സീഡ് ആയിട്ട് വരുന്നത്. ആ ഫൗണ്ടേഷൻ സീഡിൽ അതിൻ്റെ ജനറ്റിക് പ്യൂരിറ്റി എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ബ്രീഡർ ഉദ്ദേശിച്ചിട്ടുള്ള റിസൾട്ട് ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഓർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് റിസർച്ച്. അതായത് ഒരു റിസർച്ച് ബ്രീഡർ റിസർച്ചിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ പുതിയൊരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് റിസർച്ച്.
Then third category, registered seed. Foundation seed is distributed to registered seed growers to be increased further for distribution. അപ്പം രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഴ്സിന് ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ സീഡ് കൊടുക്കും. അതായത് ജനറ്റിക് പ്യൂരിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് ബ്രീഡർ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഴ്സിന് ഈ സീഡ് എന്ത് ചെയ്യും? കൈമാറും. സോ രജിസ്റ്റേർഡ് സീഡിന്റെ ബേസ് എന്താണ്? ഫൗണ്ടേഷൻ സീഡാ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സീഡ് എന്നാണ് രജിസ്റ്റേർഡ് സീഡ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഗ്രോൺ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സർട്ടിഫൈഡ് സീഡ്. നാലാമത്തെ ക്ലാസ് ആയിട്ടുള്ള സർട്ടിഫൈഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഴ്സ് ഈ സീഡ്സ് നൽകുക. സോ ഫോർത്ത് കാറ്റഗറിയാണ് സർട്ടിഫൈഡ് സീഡ്. പ്രോജനി ഓഫ് രജിസ്റ്റേർഡ് സീഡ്. രജിസ്റ്റേർഡ് സീഡ് എന്നാണ് നമ്മൾ സർട്ടിഫൈഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുക. സർട്ടിഫൈഡ് ബൈ ആൻ ഏജൻസി. എന്ത് ചെയ്യും? ഒരു ഏജൻസി സർട്ടിഫൈ ചെയ്യും ഇന്ന ക്വാളിറ്റീസ് ഉള്ള സീഡ്സ് ആണിത്, ഇതൊരു ഹൈ ഈൽഡിങ് വെറൈറ്റി ആണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി പ്രൊവൈഡ് ചെയ്യും ആ ഏജൻസി. ആൻഡ് ഈ സർട്ടിഫൈഡ് സീഡാണ് പുതിയൊരു പ്ലാന്റ് വെറൈറ്റി അല്ലെങ്കിൽ പുതിയൊരു വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്യുന്ന സീഡ് ഈ സർട്ടിഫൈഡ് സീഡ് ആയിരിക്കും. അപ്പോഴേക്ക് ഇതിന്റെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാടായിട്ടുണ്ടാവും. ഫാർമേഴ്സിന് കൊടുക്കാൻ മാത്രം ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. സോ 4 ക്ലാസ്സസ് ഓഫ് സീഡ്സ് ആണ്: ബ്രീഡർ സീഡ്, ഫൗണ്ടേഷൻ സീഡ്, രജിസ്റ്റേർഡ് സീഡ് ആൻഡ് സർട്ടിഫൈഡ് സീഡ്. ബ്രീഡർ സീഡ് ആണ് ഫൗണ്ടേഷൻ സീഡിന്റെ ബേസ്, ഫൗണ്ടേഷൻ സീഡ് ആണ് രജിസ്റ്റേർഡ് സീഡിന്റെ ബേസ്, രജിസ്റ്റേർഡ് സീഡ് ആണ് സർട്ടിഫൈഡ് സീഡിന്റെ ബേസ്. ബ്രീഡർ സീഡ് എന്ന് പറഞ്ഞത് ബ്രീഡർ ഡെവലപ്പ് ചെയ്ത സീഡാണ്. ദെൻ അതിന്ന് ജനറ്റിക് പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ സീഡ് പിന്നെ രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഴ്സിന് കൊടുക്കും സർട്ടിഫൈഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ആ സമയത്തും ഇതിന്റെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നുണ്ടാവും. ദെൻ പിന്നെ ഈ രജിസ്റ്റേർഡ് സീഡാണ് സർട്ടിഫൈഡ് സീഡിന് വേണ്ടിയിട്ട് ഒരു ഏജൻസിക്ക് കൈമാറുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഫാമേഴ്സ്. തേർഡ് ആസ്പെക്ട് ഈസ് അനാലിസിസ് ഓഫ് സീഡ് ക്വാളിറ്റി. സീഡിന്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ആസ്പെക്ട്. Different methods ഉണ്ട്. The first one, germination test. Higher proportion of germinated seeds indicate superior quality of seeds. A germination test involves growing a number of seeds under moist and warm condition. നമ്മൾ moist warm conditionൽ seedsന് germination test ചെയ്യാം. Number of seeds that germinate to produce healthy normal seedlings are recorded along with the number of ungerminated seeds. Suppose നമ്മൾ ഒരു 100 സീഡ്സിനെ ജെർമിനേറ്റ് ചെയ്യാൻ വെച്ചു. അതിൽ 100ഉം ജെർമിനേറ്റ് ചെയ്താൽ സീഡിന്റെ ക്വാളിറ്റി എന്താ? ഹൈ ക്വാളിറ്റിയാ. 10 മാത്രമേ ജെർമിനേറ്റ് ചെയ്തുള്ളൂ എങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ സീഡിന്റെ പാക്കറ്റിലെ സീഡ്സിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ലോയാ. സോ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ജെർമിനേറ്റഡ് സീഡ്സ് ഇൻഡിക്കേറ്റ് superior quality of seeds. ജസ്റ്റ് ജെർമിനേറ്റ് ചെയ്യുക, അതിൽ നല്ല ജെർമിനേഷൻ ഉണ്ടെങ്കിൽ ആ സീഡിന്റെ ക്വാളിറ്റി ഹൈ ആണ് എന്നും, ജെർമിനേഷൻ റേറ്റ് കുറവാണെങ്കിൽ സീഡിന്റെ ക്വാളിറ്റി ലോ ആണ് എന്നും മനസ്സിലാവും. രണ്ടാമത്തേത് കോൾഡ് ടെസ്റ്റ്. Seeds are exposed to a period of cold temperature, approximately 10 degrees Celsius, before germination under warm condition. Germination test പോലെ തന്നെ കോൾഡ് ട്രീറ്റ്മെന്റിന് ശേഷം എത്രത്തോളം സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ബേസിൽ നമുക്ക് സീഡ് ക്വാളിറ്റി മനസ്സിലാക്കാം. കോൾഡ് ടെസ്റ്റ് അതായത് കോൾഡ് ടെമ്പറേച്ചർ 10 degrees Celsius ബിഫോർ ജെർമിനേഷൻ അണ്ടർ വാം കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം സീഡ്സിന് എന്ത് ചെയ്യുക? ജെർമിനേറ്റ് ചെയ്യാൻ വെക്കുക. സോ 100 സീഡ്സിൽ 100ഉം ജെർമിനേറ്റ് ചെയ്താൽ സീഡിന്റെ ക്വാളിറ്റി ഹൈ ആണെന്നും, കുറച്ചേ ജെർമിനേറ്റ് ചെയ്തുള്ളൂ എങ്കിൽ സീഡിന്റെ ക്വാളിറ്റി ലോ ആണെന്നും മനസ്സിലാവും. Then third one, tetrazolium test. It is a rapid seed quality test using 2,3,5 triphenyl tetrazolium chloride. അതായത് ടെട്രാസോളിയം ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള സീഡ് ക്വാളിറ്റി ടെസ്റ്റ് ആണ്. ലിവിങ് ടിഷ്യൂസ് ഗെറ്റ് സ്റ്റെയിൻഡ് റെഡ് ആൻഡ് ഡെഡ് ടിഷ്യൂസ് റിമൈൻ അൺസ്റ്റെയിൻഡ്. നമ്മൾ ടെട്രാസോളിയം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിവിങ് ടിഷ്യൂ റെഡ് ആയിട്ട് സ്റ്റെയിൻ ചെയ്യും, നോൺ ലിവിങ് ടിഷ്യൂ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂസ് അൺസ്റ്റെയിൻഡ് ആയിട്ടും കിടക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TTC transforms living tissue into insoluble red compound called formazole
whereas dead tissues remain colorless. നമ്മൾ ഈ ഒരു ടെട്രാസോളിയം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിവിങ് ടിഷ്യൂസ് മാത്രമേ സ്റ്റെയിൻ ചെയ്ത് കാണൂ. അതിന് കാരണം ലിവിങ് ടിഷ്യൂസിനെ ഇൻസൊല്യൂബിൾ റെഡ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഫോമസോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും ടെട്രാസോളിയം. ഡെഡ് ടിഷ്യൂസിനെയോ കൺവേർട്ട് ചെയ്യില്ല. സോ ഇറ്റ് റിമൈൻ കളർലെസ്. സോ ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ടിഷ്യൂസ് ലിവിങ് ആണെന്നും എത്രത്തോളം ടിഷ്യൂസ് നോൺ ലിവിങ് ആണെന്നും. ആൻഡ് ലാസ്റ്റ്, purity test. Percentage or proportion by weight of desired seed in a sample in relation to unwanted weed seeds and undesirable inert materials. Purity test എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സീഡ് പാക്കറ്റിൽ ചിലപ്പോൾ നമ്മൾ ഒരു നെല്ലിൻ്റെ സീഡാണ് വാങ്ങിച്ചതെങ്കിൽ അതിൽ നെല്ലല്ലാത്ത സീഡ്സിൻ്റെ പ്രസൻസ്, അതേപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇനേർട്ട് മെറ്റീരിയൽസിൻ്റെ പ്രസൻസ് അതുണ്ടാവാം. സോ അതിൻ്റെ വെയിറ്റ് എത്രത്തോളം അൺഡിസൈറബിൾ ഇനേർട്ട് മെറ്റീരിയൽസും അൺവാണ്ടഡ് വീഡ് സീഡ്സും നമ്മളെ സീഡ് പാക്കറ്റിലുണ്ട്, അതാണ് പ്യൂരിറ്റി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച സീഡ്സിന് പുറമെ അൺവാണ്ടഡ് വീഡ് സീഡ്സിൻ്റെയും അൺഡിസൈറബിൾ ഇനേർട്ട് മെറ്റീരിയൽസിൻ്റെയും പെർസെൻറ്റേജ് ഓർ പ്രപ്പോർഷൻ, അതാണ് പ്യൂരിറ്റി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അൺവാണ്ടഡ് വീഡ് സീഡ്സോ അൺഡിസൈറബിൾ ഇനേർട്ട് മെറ്റീരിയൽസോ ഇല്ലെങ്കിൽ സീഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ആണ്. ദെൻ കൂടുതൽ വീഡ് സീഡ്സും ഇനേർട്ട് മെറ്റീരിയൽസും ഉണ്ടെങ്കിൽ സീഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. നാലാമത്തെ ആസ്പെക്റ്റ് ആണ് അസസ്മെൻറ്റ് ഓഫ് സീഡ് വയബിലിറ്റി ആൻഡ് ലോഞ്ചിവിറ്റി. വയബിലിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ ഇൻഹറൻറ്റ് പൊട്ടൻഷ്യൽ ഓഫ് സീഡ്സ് ടു ജെർമിനേറ്റ് and survive to healthy seedling. That is, measure of seeds in a sample that are capable of germination. And longevity means it is the measure of duration of seed viability. It depends on how long seeds can remain viable. അപ്പോൾ എന്താ ലോഞ്ചിവിറ്റിയും വയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം ഈ സീഡ്സ് വയബിൾ ആയിട്ടിരിക്കും. ഇപ്പോൾ ചില സീഡ്സിൻ്റെ കേസിൽ ഒരു വർഷം കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് ചെയ്യൂല, ജെർമിനേറ്റ് ചെയ്യില്ല. സോ അങ്ങനെ എത്ര കാലം സീഡ്സ് വയബിൾ ആയിട്ടിരിക്കും എന്നുള്ളതാണ് ലോഞ്ചിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വയബിലിറ്റിയോ? വയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്സിന് ജെർമിനേറ്റ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിനെയാണ് വയബിലിറ്റി എന്ന് പറയാം. Viability can be determined by two methods. First one, direct germination test, and the second one, tetrazolium test. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? സീഡ്സിനെ ജെർമിനേറ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ലോഞ്ചിവിറ്റിയും വയബിലിറ്റിയും മനസ്സിലാക്കുക. സോ നമ്മൾ സീഡ് സാമ്പിൾസിനെ ജെർമിനേറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുക 4 റിസൾട്ട്സാണ്. ഒന്ന്, ചിലപ്പോൾ ആ സീഡ് നോർമൽ സീഡാവാം, അതായത് നോർമൽ സീഡ്ലിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർമൽ സീഡ്. ദെൻ ചിലത് ഹാർഡ് സീഡ്സ് ആയിരിക്കും, അതിൻ്റെ സീഡ് കോട്ടൊക്കെ നല്ല ഹാർഡായിട്ടുള്ള സീഡ്സ് ആവാം. അല്ലെങ്കിൽ ഡോർമൻ സീഡ് ആയിരിക്കാം, അതായത് ഇപ്പോഴൊന്നും എന്ത് ചെയ്യൂല, അത് ജെർമിനേറ്റ് ചെയ്യില്ല. ഒരു 6 അല്ലെങ്കിൽ 1 വർഷം ഡോർമെൻ്റ് ആയിട്ട് കിടന്നാൽ മാത്രമേ ജെർമിനേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അബ്നോർമൽ സീഡ്ലിങ്സ് അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയ്ഡ് സീഡ്സ് ആവാം, അത് ജെർമിനേറ്റ് ചെയ്യാൻ പോകുന്നേ ഇല്ല. സോ നമുക്ക് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആ കിട്ടുക. ചിലപ്പോൾ നമ്മൾ ജെർമിനേറ്റ് ചെയ്യാൻ വെച്ച സീഡ്സ് നോർമൽ ആവാം, നോർമൽ സീഡ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ചിലപ്പോൾ അതിൻ്റെ സീഡ് കോട്ട് ഹാർഡായത് കാരണം അതിന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഡോർമൻ സീഡ്സ് ആയിരിക്കും, അതിന് ഡോർമൻസി പീരിയഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അതൊരു ഡെഡ് ആയിട്ടുള്ള സീഡായിരിക്കും. അപ്പം ഇതാണ് ഡയറക്റ്റ് ജെർമിനേഷൻ റിസൾട്ട്സ് എന്ന് നമ്മൾ വയബിലിറ്റിയും ലോഞ്ചിവിറ്റിയും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സീഡിനെ ജെർമിനേറ്റ് ചെയ്യാൻ വെച്ചാൽ കിട്ടുന്ന റിസൾട്ട്. ദെൻ രണ്ടാമത്തത് ടെട്രാസോളിയം ടെസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടെസ്റ്റാണ്, ടെട്രാസോളിയം യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റാണ്. സോ സ്റ്റെയിൻ ചെയ്ത സീഡ്സിൻ്റെ പ്രപ്പോർഷൻ കൂടുതലാണെങ്കിൽ ഇറ്റ് റിവീൽസ് ഗ്രേറ്റർ വയബിലിറ്റി. ആൻഡ് ലോഞ്ചിവിറ്റി ആൻഡ് വയബിലിറ്റി എന്ന് പറയുന്നത് സ്പീഷീസ് സ്പെസിഫിക് ആണ്. And it has been observed that members of Cucurbitaceae is viable for several years and that of Liliaceae for few months after harvesting. Cucurbitaceae എന്ന് പറയുന്നത് നമ്മളെ കുക്കുർബിറ്റിൻ്റെ ഫാമിലിയാണ്. സെവറൽ ഇയേഴ്സ് വയബിലിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ്. എന്നാൽ ലില്ലിയേസിൻ്റെ കേസിൽ ഫ്യൂ മന്ത്സ് കഴിഞ്ഞാൽ അതിൻ്റെ വയബിലിറ്റി ലോസ് ചെയ്യും. And better longevity can be attained by drying the seeds
to 7% or below. അതായത് സീഡ്സിനെ 7% or below ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോഞ്ചിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറിങ് ദം അണ്ടർ ലോ ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ. ആൻഡ് ലോഞ്ചിവിറ്റിയും വയബിലിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രയോ പ്രിസർവേഷനും യൂസ് ചെയ്യാം. ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിക്കുന്നതിനെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയാം. അഞ്ചാമത്തെ ആസ്പെക്റ്റ് ആണ് റിമൂവൽ ഓർ ലിഫ്റ്റിംഗ് ഓഫ് സീഡ് ഡോർമൻസി. അപ്പോൾ നമ്മൾ നാലാമത്തെ ആസ്പെക്റ്റിൽ ലോഞ്ചിവിറ്റിയും വയബിലിറ്റിയും ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സീഡ്സ് അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള സീഡ് ഡോർമെൻ്റ് ആണ്. സോ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഡോർമെൻസി റിമൂവ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ആസ്പെക്റ്റ്. സീഡ് ഡോർമെൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓർ ഫെയിലിയർ ഓഫ് വയബിൾ സീഡ്സ് ടു ജെർമിനേറ്റ് ഈവൻ അണ്ടർ ഐഡിയൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഡ്യൂ ടു ഇൻറ്റേർണൽ കോസസ്. അതായത് ഒരു സീഡ് നമ്മൾ മുളപ്പിക്കാൻ വെച്ചിട്ട് ജെർമിനേഷൻ ടെസ്റ്റിന് വെച്ചിട്ട് അത് മുളക്കുന്നില്ല. അതിൻ്റെ കാരണം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അല്ല, മറിച്ച് ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. സീഡിൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു ഫാക്ടറാണ് ഇതിനെ ജെർമിനേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതായത് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിനെ തടയുന്ന എന്തോ ഒരു കണ്ടീഷൻ ഈ ഒരു സീഡിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. സീഡ് ഡോർമൻസിക്ക് പുറമെ ഒരു കണ്ടീഷനും കൂടിയും സീഡ്സിൽ പ്രസൻ്റ് ആയിരിക്കും. അതാണ് ക്യുസൻസ്. ക്യുസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഡോർമൻസിയാണ്. സീഡ് ഡോർമൻസി ആക്ച്വലി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ കൊണ്ടല്ല, മറിച്ച് സീഡ്സിൻ്റെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഡോർമൻസിയാണ്. ക്യുസൻസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടല്ല, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഇനബിലിറ്റി. സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഇനബിലിറ്റിനെ ക്യുസൻസ് എന്നും ഇന്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഇനബിലിറ്റിനെ സീഡ് ഡോർമൻസി എന്നും പറയും. ആൻഡ് സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞതും സ്പീഷീസ് സ്പെസിഫിക് ആണ്. നെലുംബിയം ന്യൂസിഫറിന്റെ കേസിൽ സീഡ്സ് ജെർമിനേറ്റ് ആഫ്റ്റർ 2000 years. നെലുംബിയം ന്യൂസിഫറിന്റെ കേസിൽ 2000 ഇയേഴ്സിന് ശേഷമാണ് സീഡ്സ് എന്ത് ചെയ്യുന്നത്, ജെർമിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി ഡ്യൂ ടു സീഡ് കോട്ട് ഡോർമൻസി ഓർ എംബ്രിയോ ഡോർമൻസി. സീഡ് കോട്ട് ഡോർമൻസി എന്ന് പറഞ്ഞാൽ സീഡ് കോട്ടിന്റെ തിക്നെസ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന, അതായത് സീഡ് കോട്ട് ആയിരിക്കും അതിന്റെ ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. അങ്ങനത്തെ ഡോർമൻസിനെയാണ് സീഡ് കോട്ട് ഡോർമൻസി എന്ന് പറയാം. എംബ്രിയോ ഡോർമൻസി എന്ന് പറഞ്ഞാൽ എംബ്രിയോയിലുള്ള ഫാക്ടേഴ്സ്, ഇന്റേർണൽ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും അതിന് ഇനബിലിറ്റി ഉണ്ടാവുക. സോ എംബ്രിയോ ഡോർമൻസിയിൽ വരുന്നതാണ് ചിലപ്പോൾ സീഡ്സ് കൊഴിഞ്ഞ് വീണതിന് ശേഷം അതിൻ്റെ എംബ്രിയോ ഇമ്മച്യൂർ ആയിരിക്കും. സോ കുറച്ചു കാലം മണ്ണിൽ കിടക്കുമ്പോൾ എംബ്രിയോ സ്ലോലി മെച്യൂർ ആയിട്ട് വരും. വൺസ് എംബ്രിയോ മെച്യൂർ ആയി കഴിഞ്ഞാൽ മാത്രമേ ആ സീഡിന് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ സീഡ്ലിങ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് രണ്ട് റീസൺസ് സീഡ് ഡോർമൻസിക്ക്. ഒന്നെങ്കിൽ സീഡ് കോട്ട് കൊണ്ട് ഉണ്ടാവുന്നത്, അപ്പം നല്ല തിക്കായിട്ടുള്ള സീഡ് കോട്ട് ആണെങ്കിൽ ഇംബൈബിഷൻ ഓഫ് വാട്ടർ നടക്കൂല. ജെർമിനേഷൻ്റെ സമയത്ത് ഇംബൈബിഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടക്കണം. സോ വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ സീഡിന് പറ്റില്ല. അതുപോലെ ഗ്യാസസ് എക്സ്ചേഞ്ചും നടക്കില്ല. അപ്പം അത് ഒരു ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഒരുപാട് വർഷം മണ്ണിൽ കിടക്കുമ്പം സ്ലോലി അതിൻ്റെ സീഡ് കോട്ട് തിന്നായിട്ട് വരും. അപ്പോൾ അത് ജെർമിനേറ്റ് ചെയ്ത് വരും. ദെൻ രണ്ടാമത്തത് എംബ്രിയോ ഡോർമൻസിൻ്റെ കേസിൽ എംബ്രിയോ മെച്യൂർ ആയി കഴിഞ്ഞാൽ മാത്രമേ അത് ജെർമിനേറ്റ് ചെയ്യൂ. സിക്സ്ത് ഫാക്ടറാണ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ റിക്വയർഡ് ഫോർ സീഡ് ജെർമിനേഷൻ. Seeds require sufficient moisture, oxygen, temperature and light for germination. ജെർമിനേഷനും ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള മോയ്സ്ചറും ഓക്സിജനും ടെമ്പറേച്ചറും ലൈറ്റൊക്കെ വേണം, എങ്കിലേ ഒരു നല്ല സീഡ്ലിംഗ് ജെർമിനേറ്റ് ചെയ്ത് വരൂ. മോയ്സ്ചർ ഇസ് നെസസറി ഫോർ എൻസൈമാറ്റിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് റിസർവ്സ്. എക്സസ് മോയ്സ്ചർ കോസ് റോട്ടിംഗ്. നമ്മൾ പറഞ്ഞു മോയ്സ്ചറും അത്യാവശ്യമാണ് സീഡ് ജെർമിനേഷന്. എന്തിനാ മോയ്സ്ചർ? എൻസൈമാറ്റിക് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് റിസർവ്സിനാണ്. സീഡ്സിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫുഡ് റിസർവ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മോൾ മോളിക്യൂൾസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് മോയ്സ്ചർ അത്യാവശ്യമാണ്. ഹൈഡ്രോളിറ്റിക് റിയാക്ഷൻസിന് മോയ്സ്ചർ അത്യാവശ്യമായിട്ട് വരും. പക്ഷെ എക്സസ് മോയ്സ്ചർ ആയി കഴിഞ്ഞാൽ സീഡ് എന്ത് ചെയ്യും? ചീഞ്ഞു പോകും. ജെർമിനേഷൻ ഈസ് ആൻ എയറോബിക് പ്രോസസ്. ഇറ്റ് റിക്വയേഴ്സ് ഓക്സിജൻ. ഓക്സിജൻ എന്തിനാ ആവശ്യം? ഫുഡ് റിസർവ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മോൾ മോളിക്യൂൾസ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞത് റെസ്പിറേഷനാണ്. ആൻഡ് റെസ്പിറേഷന് എയറോബിക് പ്രോസസ്സും ഉണ്ട്, എനറോബിക് പ്രോസസ്സും ഉണ്ട്. എനറോബിക് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഓക്സിജൻ ആവശ്യമില്ല. പക്ഷെ സ്റ്റോർ ചെയ്ത ഫുഡ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ എനർജി യൂസ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ
ആവശ്യമാണ്. അപ്പോഴേ എയറോബിക് ആയിട്ടുള്ള റെസ്പിറേഷൻ പ്രോസസ് നടക്കുള്ളൂ. സോ ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ഫോർ ദി എയറോബിക് റെസ്പിറേഷൻ. ടെമ്പറേച്ചർ കൺട്രോൾസ് റേറ്റ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻ. ഓരോ കണ്ടീഷൻസിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് ആവശ്യമായിട്ട് വരുന്നത്. വിൻ്റർ സീഡ്സിന് ലോ ടെമ്പറേച്ചർ ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് ഡൗൺ ABA ആൻഡ് അതർ ജെർമിനേഷൻ ഇൻഹിബിറ്റേഴ്സ് ടു ബ്രേക്ക് സീഡ് ഡോർമൻസി. സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ABAനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതേപോലെ ജെർമിനേഷൻ ഇൻഹിബിറ്റേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ ലോ ടെമ്പറേച്ചർ ആണ് വിൻ്റർ സീഡ്സിന് ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ വാം സീസൺ സീഡ്സിന് ഹൈ ടെമ്പറേച്ചർ ഈസ് റിക്വയർഡ് ടു എൻഹാൻസ് ദ ലെവൽ ഓഫ് എൻഡോജീനിയസ് ജിബറലിൻ. എൻഡോജീനിയസ് ജിബറലിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാം സീസൺ സീഡ്സിന് ഹൈ ടെമ്പറേച്ചർ ഈസ് റിക്വയർഡ്. Then tropical plants in the case temperature range between 25 to 35 degrees Celsius is ideal. Then generally light is not essential for germination. പക്ഷേ പോസിറ്റീവ്ലി ഫോട്ടോബ്ലാസ്റ്റിക് ആയിട്ടുള്ള സീഡ്സിൻ്റെ കേസിൽ ലൈറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ. So we discussed 6 different aspects of seed propagation: seed formation, seed certification, analysis of quality, assessment of viability, lifting or removal of dormancy, and requirement for seed germination and other aspects next video നമ്മൾ ഡിസ്കസ് ചെയ്യും.